അസ്സലാമു അലൈക്കും. എന്താണ് എല്ലാവരും വർത്താനം? ഞാനെന്നുള്ളത് ഞാൻ വെട്ടുന്ന റബ്ബർ തോട്ടത്തിലാണ്. അപ്പോൾ ഇനിയിപ്പോൾ വെട്ട് നിർത്തി കഴിഞ്ഞാൽ ചൂടിനൊരു സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു മണ്ണ് തേക്കലുണ്ട്. റബ്ബർ കോട്ടും തേക്കും, മണ്ണും തേക്കും. അപ്പോൾ ചൂടിന് നല്ലത്, തണുപ്പ് കിട്ടാൻ നല്ലത് മണ്ണാണ്. അത് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. ചോദിച്ചാൽ റബ്ബറിന് തേക്കണ മണ്ണ്, ഇവിടെ മണ്ണെന്ന് പറയൽ ഓരോ സ്ഥലത്തും ഓരോന്നാവും. പിന്നെ അപ്പോൾ മറ്റേത് ചൂട് കൂടുതലാണ്. മരത്തുമ്പോൾ കൂടുതൽ പരിക്കുണ്ടെങ്കിൽ റബ്ബർ കോട്ട് തേക്കലാവും നന്നാവുക. പക്ഷേ മരത്തിന് നല്ല തണുപ്പ് കിട്ടാൻ ഈ മണ്ണാണ് നല്ലത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും അഭിപ്രായം പറയും. ഓരോരുത്തർക്കും ഓരോ അഭിപ്രായക്കാരല്ലോ. അപ്പോൾ കൂടുതൽ അറിയുന്നവർ അറിയിക്കുക. അപ്പോൾ ഞാൻ അതിൻ്റെ രൂപം ഒന്ന് കാണിച്ചു തരാം. ഇതാണ് മണ്ണ്. ഇത് വൈറ്റ് കളറാണ്. ഇതിങ്ങനെ വരുന്നൊരു ഇതിൽ കെമിക്കലൊക്കെ ഉണ്ടാവും. ഇതാണ് മണ്ണ്. അപ്പോൾ ഇത് ഈ രൂപത്തിൽ വെള്ളം കൂട്ടി മിക്സാക്കി പാകത്തിന് കട്ടിയാക്കി കൊണ്ട് നല്ലോണം ഇളക്കി കൊടുത്ത് ഇതാണ് തേക്കുക. അപ്പോൾ തേക്കുന്ന രൂപം ഞാൻ കാണിച്ചു തരാം. വീഡിയോ എടുക്കാനൊന്നും ആളില്ല. അപ്പോൾ ഞാൻ തന്നെ വീഡിയോ എടുക്കണം. അപ്പോൾ കുറച്ച് സ്റ്റേക്കുകൾ ഉണ്ടാവും. ഇതിപ്പോൾ റബ്ബർ മതക്കണു തുണി കഷ്ണത്തിൽ, കോട്ടൺ തുണിയിൽ അതിൽ നിന്ന് ഒപ്പുക. എന്നിട്ട് ഇങ്ങനെ വരുത്തി കൊടുക്കുക. അപ്പോൾ എല്ലാവരും വെട്ട് നിർത്തിയവരൊക്കെ തോട്ടക്കാരാണ്, തോട്ടത്തിൻ്റെ ഉടമകളാണെങ്കിലും ആരാണെങ്കിലും ഇങ്ങനെ തേച്ച് കൊടുക്കുക. മരത്തിന് നല്ല തണുപ്പുണ്ടാവും, പട്ടമരയിപ്പ് വരില്ല, കുറേ കമ്മി ഉണ്ടാവും, ചൂടിനെ പരിഹരിക്കാനും കഴിയും. അപ്പോൾ അങ്ങനെയാണ് തേക്കുക. ഇതാക്കുന്നു ഈ രൂപത്തിൽ തേച്ച് കഴിഞ്ഞാൽ ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ നല്ല വൈറ്റ് കളർ വരും. ഞാനൊന്ന് കാണിച്ചു തരാം. ആദ്യം തേച്ചത് കുറഞ്ഞ സമയം, ഒരു കാമണിക്കൂർ അരമണിക്കൂർ കഴിഞ്ഞാൽ നല്ല കോലാണിത്. അപ്പോൾ ഈ രൂപത്തിലാണ് ആയി കിട്ടും. അപ്പോൾ എല്ലാവരും തോട്ടക്കാരൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ എല്ലാവരും ഈ രൂപത്തിൽ ചെയ്യുക. എന്തായാലും പിന്നെ കൂടുതൽ അറിവുള്ളവരുണ്ടെങ്കിൽ പറഞ്ഞു തരും, കമൻറ്റിൽ പറയും. ഏതായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്കും ഷെയറൊക്കെ ഒന്ന് അടിച്ചു നോക്കാം. അസ്സലാമു അലൈക്കും.